വർത്തമാനകാല ലോകത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്, സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, പ്രകൃതി ദുരന്തങ്ങളുടെ വേട്ടയാടലുകളുണ്ട്. ഇതിനെല്ലാം ഉപരി ഒരാളാണ് ഈ ലോകത്ത് മുഴുവൻ ഇടങ്ങേറുകളും ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ ഇടങ്ങേറ് പിടിച്ചവൻ അധികാര കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ലോകത്തിലെ എത്ര കോടി ജനങ്ങളാണ് വല്ലാത്ത പൊല്ലാപ്പിലാവുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ആഗോളതലത്തിൽ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും തോന്നിയവാസങ്ങളെയും ഒക്കെ പറയുമ്പോഴും ഏത് അനാവശ്യങ്ങളും ഏത് ദുരന്തപൂർണമായ സംഗതികളും ഈ ലോകത്തിന് ഉണ്ടാക്കാൻ കാരണമായ ആ ഏകയാൾ എന്ന് പറയുന്നത് മറ്റാരുമല്ല ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു ജനം ഇത്രമേൽ ക്വാളിറ്റി ഇല്ലാത്ത ഒരാളിനെ ജയിപ്പിച്ചതുകൊണ്ട് ലോകം അനുഭവിക്കേണ്ടി വരുന്ന ഒരു വലിയ ഗതികേടായി മാറിയിരിക്കുന്നു എന്നതാണ് സ്ഥിതിവിശേഷം. ഞാനിതിപ്പോൾ പറയാൻ കാരണം അല്പം മുമ്പ് ഒരു വാർത്ത കണ്ടപ്പോഴാണ്. റഷ്യൻ എണ്ണ വാങ്ങിയാൽ 100% വരെ താരിഫ് ഉപരോധ ബിൽ പാസാക്കി US ക്യാബിനറ്റ്. ഇന്ത്യക്ക് കനത്ത വെല്ലുവിളി. പുതിൻ്റെ യുദ്ധവരുമാനം തടയാൻ US നീക്കം. അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇമ്പോർട്ട് ഡ്യൂട്ടിയായി 100% താരിഫ് ഏർപ്പെടുത്തും. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് ഇയാൾ ഇത് ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം? ഇയാൾ വെനിസ്വല എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ആ ഭരണാധികാരിയെ രായ്ക്ക് രാമാനം കൊട്ടാരത്തിൽ കയറി പിടിച്ചുകൊണ്ടുപോയി അയാളെ ബന്ദിയാക്കിയിട്ട് അവിടുന്ന് എണ്ണ ഊറ്റുന്നുണ്ട്. ആ എണ്ണ വാങ്ങണം എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം വേറൊരു വാർത്ത വായിച്ചു. നമ്മുടെ പ്രകൃതിവാതക മന്ത്രി ഹർദീപ് പുരി, എപ്സ്റ്റീൻ ഫയലിൽ പേര് പരാമർശിക്കപ്പെട്ട ഹർദീപ് പുരി എന്നോ മറ്റോ പറയുന്ന ഒരു മന്ത്രി, അദ്ദേഹം പറയുന്നത് ഇപ്പം നമ്മൾ പ്രകൃതിവാതകം വാങ്ങുന്നതിൽ 85% വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നാണ്. അത് ഈ അടുത്ത സമയത്തുണ്ടായ ചൂടുമാറ്റമാണെന്നാണ് പറയുന്നത്. ഈ ആരോപിതനായി ഈ എല്ലാ ഡോക്യുമെൻറ്റുകളും ഉള്ള ആളാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടി വരുന്നത്. ഇന്ത്യയുടെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിതിനിടയിൽ ഹിന്ദുവും മുസ്ലിമും കളിക്കുക. അപ്പോൾ അതിനിടയിലാണ് ഇവൻ്റെ സാധനം മുഴുവൻ വാങ്ങുന്നത്. എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയെ മുഴുവൻ അവർക്കിനി പണിഞ്ഞെടുത്ത് സൃഷ്ടിപരമായി കയറി വരാനാവില്ല. കാരണം വളരെ വേഗത്തിൽ ചൈന മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെയ്യാൻ കഴിയുന്നത് യുദ്ധമുണ്ടാക്കിയും അതുപോലെ പല രാജ്യങ്ങൾ കൊള്ളയടിച്ചും പല ഉൽപ്പന്നങ്ങൾ കൈവശപ്പെടുത്തിയും അത് ലോകത്തെവിടെയും നിർബന്ധപൂർവ്വം വിറ്റഴിച്ച് അതിൽ നിന്നുണ്ടാക്കുന്ന ലാഭം ഒരുതരം, നമ്മൾ പറഞ്ഞാൽ എന്താ, ഒരുതരം ആഗോള ഗുണ്ടാ പരിപാടി. ആ പരിപാടിയിലൂടെയാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ ന്യായമായ വിലയ്ക്ക് നമുക്ക് കിട്ടും, ഇറാനിൽ നിന്നും നമുക്ക് കിട്ടും. ഇതൊന്നും വാങ്ങാൻ പാടില്ല, ഇയാളുടെ കയ്യിൽ നിന്നേ വാങ്ങാവൂ. ഇയാളുടെ കയ്യിലുള്ള എണ്ണ ഏതാ? വല്ല രാജ്യത്തെ മോഷ്ടിച്ച എണ്ണയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര അധാർമികതയും അനീതിയും ഒരു ഭരണകൂടം ലോകത്തിനോട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചേ. ഇവരെക്കാൾ വലിയ ഈ ലോകത്തിൻ്റെ നാശം എന്ന് അക്ഷരം തെറ്റാതെ പറയാൻ കഴിയുന്ന വേറൊരു രാജ്യമോ ഒരു ഭരണകൂടമോ ഉണ്ടോ? രാജ്യത്തെ വിട്, അവിടുത്തെ ജനങ്ങൾ പാവങ്ങളായിരിക്കും. പക്ഷേ ഇയാളെയൊക്കെ സഹിക്കേണ്ടി വരുന്ന സ്ഥിതിയുണ്ടല്ലോ, അത് വല്ലാത്തൊരു കഷ്ടമാണ്, വല്ലാത്തൊരു കഷ്ടം. യുദ്ധം, ചൂഷണം, അട്ടിമറിക്കലുകൾ, അവിടുത്തെ നിന്ന് മുതലുകൾ കൊള്ള ചെയ്യൽ, ആ കൊള്ള ചെയ്യുന്ന മുതൽ മറ്റുള്ളവരുടെ മേൽ നിർബന്ധപൂർവ്വം തോക്ക് ചൂണ്ടി വിൽപ്പിക്കുന്നത് പോലെ വിൽപ്പിക്കുക. എന്നാലോചിച്ച് നോക്കൂ, എത്ര മ്ലേച്ഛമാണ്, എത്ര അശ്ലീലമാണ് ഈ മനുഷ്യൻ.